ലബനോനും ഫലസ്തീനും ഇറാനും സിറിയയും കഴിഞ്ഞു. ഇനി ഏത് രാജ്യത്തെയാണ് ഇസ്രായേൽ ആക്രമിക്കാൻ പോകുന്നത്? ഇസ്രായേൽ ഒരു രാജ്യത്തിന് ഇപ്പോൾ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. അത് യമനാണ്. യമനിലെ ഹൂത്തി വിമതർക്കാണ് ഇപ്പോൾ ഇസ്രായേൽ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. സിറിയ, ലബൻ, ഗാസ, ടെഹ്റാൻ എന്നിവയുൾപ്പെടെ മിഡിൽ ഈസ്റ്റിലെ നിരവധി രാജ്യങ്ങളുമായുള്ള സംഘർഷത്തിലാണ് നിലവിൽ ഇസ്രായേൽ. കുറച്ചു കാലം മുമ്പ് ഇറാനുമായി 12 ദിവസത്തോളം അവർ കടുത്ത യുദ്ധം നടത്തിയിരുന്നു. ഇതിൽ ഇറാനിയൻ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിൽ നിരവധി ബോംബുകളും മിസൈലുകളും ഉപയോഗിച്ച് അവർ ആക്രമണവും നടത്തിയിരുന്നു. ഇപ്പോൾ യമനിലും അത്തരം ആക്രമണങ്ങൾ നടത്തുമെന്ന് അവർ ഭീഷണിപ്പെടുത്തുകയാണ്. യമൻ തീവ്രവാദ ഗ്രൂപ്പായ ഹൂത്തികളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണങ്ങൾ ആരംഭിച്ചിട്ടുമുണ്ട്. ഹൂത്തി സംഘടന കീഴടങ്ങിയില്ലെങ്കിൽ യമനെയും ടെഹ്റാനെ പോലെ പരിഗണിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇപ്പോൾ നിലവിൽ അറിയിച്ചിട്ടുണ്ട്. യമനിലെ ഹൊദൈദ നഗരത്തിൽ ഇസ്രായേൽ പ്രതിരോധ സേന അടുത്തിടെ നിരവധി ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഹൂത്തി തീവ്രവാദികളുടെ ഒളിത്താവളങ്ങൾ ഞങ്ങൾ ആക്രമിച്ചുവെന്ന് ഇസ്രായേൽ പറയുന്നു. ഓപ്പറേഷനിൽ ഇവരുടെ ഇന്ധന ടാങ്കുകളും കപ്പലുകളും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഇറാനെ വലിയ തോതിൽ പിന്തുണയ്ക്കുന്നതിനായി ഹൂത്തികൾ ആ നഗരത്തിൽ ആയുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. മാത്രമല്ല, അവരുടെ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഇസ്രായേൽ നിലവിൽ വിലയിരുത്തിയിരിക്കുന്നത്. യമൻ ഹൂത്തികളെ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് ഞങ്ങൾ നിയന്ത്രിക്കും. അങ്ങനെ ഞങ്ങൾ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ യമൻ ടെഹ്റാൻ പോലെയാകും എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ യമൻ ഭരണകൂടത്തിനും ഹൂത്തി ഭരണകൂടത്തിനും ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. ഹൂത്തി ഭീകരരുടെ സ്ഥലങ്ങൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് നിലവിൽ ഇസ്രായേൽ സൈന്യം പറയുന്നത്. ഹൊദൈദ തുറമുഖം അവരുടെ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനമായി മാറിയിരിക്കുന്നു. കൂടാതെ അവർ ഉപയോഗിച്ച ആയുധങ്ങളും ലക്ഷ്യമിട്ടിരിക്കുന്നു. യമൻ അവരെ നിയന്ത്രിച്ചില്ലെങ്കിൽ അവരുടെ സ്ഥിതി ടെഹ്റാൻ പോലെയാകുമെന്ന് ഇസ്രായേൽ പറഞ്ഞു. ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ ഉണ്ടാകും, ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും എന്നാണ് നിലവിൽ ഇസ്രായേലിൻ്റെ കടുത്ത മുന്നറിയിപ്പ് യമന് ലഭിച്ചിരിക്കുന്നത്. ശ്രദ്ധേയമായി ഇസ്രായേലിനെതിരായ പ്രവർത്തനങ്ങൾക്ക് യമനിലെ ഹൂത്തികൾ കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ജനുവരിയിലും യമന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തിയതിന് നെതന്യാഹു ഹൂത്തികളെ നോക്കി വച്ചിരിക്കുകയാണ് എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.